നമസ്കാരം. അങ്ങനെ 3.5 പതിറ്റാണ്ട് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് വേണിച്ചേട്ടൻ ശ്രീ വേണുഗോപാൽ പ്രവാസ ലോകത്ത് നമുക്ക് എപ്പോഴും ഓടിയെത്തി സമീപിക്കാൻ സാധിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിലും ആധ്യാത്മിക രംഗത്തിലും സാംസ്കാരിക രംഗത്തിലുമൊക്കെ നിറസാന്നിധ്യമായ പ്രിയപ്പെട്ട വേണുഗോപാൽ നാട്ടിലേക്ക് മടങ്ങുകയാണ്. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. പ്രവാസ ജീവിതത്തിലെ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ഇന്ന് നമ്മോട് അദ്ദേഹം പങ്കുവയ്ക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ട വേണിച്ചേട്ടൻ, സ്വാഗതം. നമസ്കാരം. വേണിച്ചേട്ടാ, കഴിഞ്ഞ 35 വർഷം എത്രാമത്തെ പ്രായത്തിലായിരുന്നു പ്രവാസ ലോകത്തേക്ക് പ്രവേശിച്ചത്? എങ്ങനെയായിരുന്നു? അതിനെപ്പറ്റി ഒന്ന് പറയാം. ഞാൻ 25-ാമത്തെ വയസ്സിലാണ്. 25-ാമത്തെ വയസ്സിൽ. പക്ഷെ അതിന് മുമ്പേ മുംബൈയിലേക്ക് പോയിരുന്നു അല്ലേ? മുംബൈയിലായിരുന്നു. അതുവരെ മുംബൈയിലായിരുന്നു. മുംബൈയിൽ എനിക്ക് തോന്നുന്നു 92 വരെ, അവിടെ 92 വരെ മുംബൈയിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് 92-ലാണ് ഇവിടെ വരുന്നത്. ഓക്കെ. അപ്പോൾ അതിനുശേഷം ഇവിടെയാണ്. മുംബൈയിലൊരു പല കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചെറിയ ചെറിയ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്തിട്ട്, പിന്നെ ഷിപ്പിങ്ങിലായിരുന്നു മെയിനായിട്ട് എൻ്റെ ലൈൻ. അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് ആക്ച്വലി ശരിക്കും എൻ്റെ തന്നെ കമ്പനിയുടെ, മുംബൈയിലുണ്ടായിരുന്ന കമ്പനിയുടെ ഇവരുടെ പ്രിൻസിപ്പളായിരുന്നു ഇവിടെയുള്ള കമ്പനി, അബുദാബിയിലുള്ള കമ്പനി. അങ്ങനെ എൻ്റെ ബോസ് തന്നെയാണ് എന്നെ ഇങ്ങോട്ട് വിടുന്നത്. അവിടെയുള്ള ബോസ് തന്നെയാണ് എന്നെ ഇങ്ങോട്ട് വിടുന്നത്. പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നല്ലത് നേടിയിട്ടുണ്ടോ അതിനൊക്കെ ഉപകാരമായിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഓർമ്മിക്കണമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അദ്ദേഹം ആർക്കേഡിയ ഷിപ്പിംഗ് എന്ന് പറയുന്ന കമ്പനിയുടെ ഓണറായിരുന്നു, മുകേഷ് ഷാ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫായിരുന്നു ഞാൻ. അപ്പോൾ പുള്ളിയുടെ ഒരു പ്രിൻസിപ്പൽ ഇവിടെയുള്ള ഒരു കമ്പനി, ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവരുടെ ബോംബെ ഓഫ്ഷോറിലെ പ്രോജക്റ്റാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം എൻ്റെ കുറേ പ്രതിസന്ധികളും കാരണങ്ങളൊക്കെ കണ്ടുകൊണ്ട് എന്നോട് പറഞ്ഞു, നീ ഒരു 2-3 കൊല്ലം വേണമെങ്കിൽ വിദേശത്ത് പോയിട്ട് തിരിച്ചു പോകാം, നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാനിവിടെ വരുന്നത്. ഞാൻ ഒരു പൈസയും കൊടുക്കാതെ പുള്ളി റെക്കമെൻഡ് ചെയ്ത്, പുള്ളിയുടെ മൂലമാണ് ഞാനിവിടെ വരുന്നത്. ഓക്കെ. അങ്ങനെയാണ് ഗൾഫിൽ വരുന്നത് ആദ്യമായിട്ട്. പിന്നെ അവിടെ നീ പറഞ്ഞ പോലെ ഈ 10-32 കൊല്ലം ഇവിടെ ഇങ്ങനെ 32-33 കൊല്ലമായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മളുണ്ട്. മുംബൈ വെച്ച് കല്യാണം ഒക്കെ കഴിഞ്ഞു. മുംബൈ വെച്ച് കല്യാണം. മുംബൈ വെച്ചിട്ട് ഞാൻ ആക്ച്വലി ശരിക്കും കല്യാണം 86-ൽ നേരത്തെ കഴിഞ്ഞു. എനിക്ക് 21-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചു. അപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്താണോ അതോ? ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതല്ല. ഞങ്ങൾ ആക്ച്വലി എൻ്റെ സിസ്റ്റർ താമസിച്ച ബിൽഡിങ്ങും അതുപോലെ പുള്ളിക്കാരത്തിൻ്റെ ഫാദറും അവർ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ അവർ താമസിക്കുന്ന ഇതെല്ലാം ഒരു സ്ഥലത്തായിരുന്നു. ഓക്കെ. അങ്ങനെയാണ് പുള്ളിക്കാരത്തെ കണ്ടുമുട്ടുന്നതും ഒക്കെ ഉള്ളത്. ചേച്ചി നാട്ടിലെവിടെയാണ്? നാട്ടില് എറണാകുളത്ത് പറവൂരെന്ന് പറയും, ചേന്നമംഗലം. ചേട്ടന്? ഞാൻ തൃശ്ശൂർ ജില്ലയുടെ ബോർഡർ, തൃശ്ശൂർ ജില്ലയാണ്, പക്ഷെ തൃശ്ശൂർ ജില്ലയുടെ ബോർഡറാണ്, തിരുവില്ലാമല എന്ന് പറയും. അവിടെ ഒരു വില്ലാദ്രിനാഥ ക്ഷേത്രമുണ്ട്, വലിയ ഫേമസ് ആണ്. അതുകൂടാതെ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ സായി ക്ഷേത്രം അവിടെയാണ്. അതിന്റെ ആൾ ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ അബുദാബിയിലുണ്ട്. അത് അവിടെ ഉണ്ടാക്കിയ ഒരാൾ ഇവിടെ അബുദാബിയിലുണ്ട്, സോമേട്ടൻ എന്ന് പറയും. ഓക്കെ. ഓക്കെ. അവരാണ് അതിന്റെ പുറകിലുള്ള വ്യക്തികൾ. അപ്പോൾ അവിടെയാണ് എൻ്റെ നാട് ആക്ച്വലി. അപ്പോൾ അവിടെയാണ് അച്ഛൻ്റെ നാട്, അവിടെയാണ് ജനിച്ചു വളർന്നതൊക്കെ. പിന്നെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ചില ഭാഗ്യങ്ങൾ നമുക്കുണ്ടായില്ല. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 7 പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചു. അപ്പോൾ 7th പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചപ്പോൾ പിന്നെ കുറച്ച് നമുക്ക് അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ആയി. കാരണം സത്യം പറഞ്ഞാൽ അമ്മ ഭയങ്കര ഷോക്കായിപ്പോയി. എത്ര മക്കളായിരുന്നു ചേട്ടാ? ഞങ്ങൾ 3 മക്കള്. എനിക്ക് മൂത്തത് 2 പെങ്ങന്മാരാണ്. പക്ഷെ എൻ്റെ രണ്ടാമത്തെ സിസ്റ്ററും ഞാനും തമ്മിൽ വയസ്സിന് വ്യത്യാസം, നല്ല ഡിഫറൻസ് ഉണ്ട്. ഒരു 10 വയസ്സിൻ്റെ ഗ്യാപ്പുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇടയിൽ ഒരാളുണ്ടായിരുന്നു, പുള്ളി മരിച്ചുപോയി. പുള്ളി എനിക്ക് തോന്നുന്നു 4 വയസ്സോ 5 വയസ്സോ കണ്ടാകുമ്പോൾ മരിച്ചുപോയി. അപ്പോൾ 2 പെൺകുട്ടികൾക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു ആൺകുട്ടിയാണ് ഞാൻ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ വയസ്സിൻ്റെ വ്യത്യാസം. അതുകൊണ്ട് തന്നെ ഞാൻ 3ൽ പഠിക്കുമ്പോൾ എൻ്റെ മൂത്ത സിസ്റ്ററിൻ്റെ വിവാഹം കഴിഞ്ഞു. എൻ്റെ രണ്ടാമത്തെ സിസ്റ്റർ അപ്പം തന്നെ 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും ബോംബെക്ക് പോയി. അപ്പം നാട്ടിൽ ശരിക്കും സത്യം പറഞ്ഞാൽ ഞാനും അമ്മയും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അമ്മ സ്കൂളിലെ അധ്യാപികയായിരുന്നു. അവിടുത്തെ ചെറിയ LP സ്കൂളിലെ അഡ്മിനിസ്ട്രേറ്റർ വരെ ആയതാണ്. അപ്പോൾ അവിടെയാണ് ജീവിച്ചത്. പക്ഷെ അവിചാരിതമായിട്ട് ഞാൻ 7th പഠിക്കുന്ന സമയത്താണ്
അച്ഛന് പെട്ടെന്ന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പുള്ളിക്ക് ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ്. ഒരു ദിവസം കാലത്ത് ഇതുപോലെ കൃഷിയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വന്ന് തലവേദന എടുക്കണമെന്ന് പറഞ്ഞു. നമ്മൾ എന്തെങ്കിലും മരുന്നെടുക്കാൻ വേണ്ടി പോയപ്പോഴേക്കും മൂപ്പര് അൺകോൺഷ്യസ് ആയി. അങ്ങനെ അന്ന് അവിടെ ഇങ്ങനെ അടുത്തുള്ള ഒറ്റപ്പാലം മിഷനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വൈകിട്ട് ഒരു 7 മണിയാകുമ്പോഴേക്കും ആൾ മരിച്ചു. ഇപ്പോൾ പുള്ളിക്ക് ബ്രെയിൻ സിറോസിസ് വന്നതാണ്. അറിയില്ലായിരുന്നു. പെട്ടെന്ന് വന്നതാണ്. പെട്ടെന്ന് ബ്രെയിൻ ഹെമറേജ് അത് പെട്ടെന്ന് വന്നതാണ്. അങ്ങനെ 12 മണിക്ക്. അപ്പോൾ അതൊരു ഭയങ്കര ഷോക്കായി മാറി. അത് ആക്ച്വലി എൻ്റെ ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റാണ്. ടേണിംഗ് പോയിന്റ് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് എപ്പോഴും ആൺകുട്ടികൾക്ക് എപ്പോഴും പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ എന്താ പറയണ്ടേ, അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു, അവർക്ക് കഴിഞ്ഞു, അവരുടെ വിവാഹം കഴിഞ്ഞപ്പോൾ ഒരു പുതിയൊരു കുടുംബത്തിലേക്ക് പോകുമ്പോൾ ഇറ്റ്സ് ഓക്കെ. ഐ മീൻ അതൊരു ഇതായിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ അവർക്ക് പുതിയ ജീവിതമായി, പുതിയ കുടുംബമായി, പുതിയ കാര്യങ്ങളായി. പക്ഷെ ആൺകുട്ടികൾ അങ്ങനെയല്ല. ചെറുപ്രായത്തിൽ തന്നെ പിതാവ് നഷ്ടപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു നഷ്ടമാണ്. കാരണം അവരെ നേർവഴിക്ക് നയിക്കാനും അവർക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുക്കാനും ഒരു പിതാവ് വളരെ അത്യാവശ്യം. അല്ലെങ്കിൽ എന്താ പറയണ്ടത്, എപ്പോഴും അതൊരു ഇതാണ്. അപ്പം അതെനിക്കൊരു ഭയങ്കര ഒരു ലോസായിപ്പോയി. അങ്ങനെ ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ സമയത്ത് മേടിച്ചേട്ടൻ എപ്പോഴോ ഓർമ്മിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഗ്രാമം മുഴുവൻ അവിടെ ഉണ്ടായി. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അച്ഛൻ മരിച്ച സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ 7th പഠിക്കുകയാണ്. അപ്പോൾ അന്ന് അവിടെ വന്നപ്പോൾ ആ ഗ്രാമത്തിലുള്ളവർ മുഴുവൻ ഒരു അറൗണ്ട് ഒരു 8-10 കിലോമീറ്ററിനപ്പുറം വരെയുള്ള ആൾക്കാർ വരെ പലരും വന്നു, പല സംഘടനകൾ വന്നു. അപ്പോൾ ഒരു പൊതുപ്രവർത്തകനെ എങ്ങനെയാണോ നമ്മുടെ നാട്ടിലൊക്കെ ഒരു അന്ത്യയാത്ര കൊടുക്കുക, അതുപോലെയായിരുന്നു. അത്രയധികം റീത്തും അതും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാലോ, നമ്മളന്ന് അത്ര ചെറിയ കുട്ടിയല്ലേ, 12 വയസ്സിലായുള്ളൂ. പക്ഷെ എനിക്ക് തോന്നി ഇദ്ദേഹം പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരെ സ്നേഹിക്കില്ലല്ലോ, മനസ്സിലായിട്ടില്ല, ഇത്രയും ആൾക്കാർ വരുമല്ലോ, മനസ്സിലായി. അതാ ശരിക്കും സത്യം പറഞ്ഞാൽ അന്ന് തറവാട്ടിൽ അച്ഛൻ്റെ തറവാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ജീവിച്ച സ്ഥലം ആക്ച്വലി അത് പറയണം, അത് കുത്താമ്പുള്ളി എന്ന് പറഞ്ഞൊരു നെയ്ത്ത് ഗ്രാമമാണ്. കേരളത്തിലെ വളരെ ഫേമസ് നെയ്ത്തറി ഇപ്പോഴും വളരെ ഫേമസ് ആണ്. അവിടെയാണ് സ്ഥലം. അപ്പോൾ ആ സ്ഥലത്ത് മെജോറിറ്റി ആൾക്കാർ മറ്റേ ഈ തമിഴ്നാട്, തെലുങ്ക് ആ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് അവിടെ കുടിയേറി വന്നിരിക്കുന്നത്. അവരുടെ ഭാഷ എന്ന് പറയുന്നത് തമിഴല്ല, മലയാളമല്ല, അല്ലെങ്കിൽ തെലുങ്കല്ല, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഭാഷയാണ് അവരുടെ. അപ്പോൾ അവിടെ ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാളികൾ പ്യുവർ മലയാളികളായിട്ടുള്ളത് ഒരു 30% ഉള്ളൂ. ആ 30%-ത്തിലുള്ള ഒരു എന്താ പറയേണ്ട ഒരു നായർ തറവാട്ടിലാണ് എൻ്റെ അച്ഛൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾ താമസിച്ചതൊക്കെ എന്താ പറയേണ്ടത് വളരെ ഇതായിട്ടുള്ളൊരു മൂപ്പര തറവാട് വലിയൊരു 4 കെട്ട് തറവാടൊക്കെ ആയിരുന്നു. എൻ്റെ തൊട്ടടുത്തൊരു ചെറിയ വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചതാണ്. അപ്പോൾ പുള്ളി മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അന്ന് അതിന് ശേഷം പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി, വളരെ അസുഖങ്ങളൊക്കെ, മാനസികമായിട്ട് അസുഖം. ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ ദാമ്പത്യ ജീവിതത്തെ പറ്റിയിട്ട്. ദാമ്പത്യ ജീവിതത്തിൽ ആൾക്കാർ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ എന്താ പറയേണ്ടത്, നമുക്ക് അങ്ങനെ തോന്നില്ല അവർ തമ്മിൽ ഇത്രയും ആത്മാർത്ഥ ബന്ധമുണ്ടോ എന്ന് തോന്നില്ല. പക്ഷെ ഒരാൾ നഷ്ടപ്പെടുമ്പോഴാണ് മറ്റൊരാളുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക, ഇതിൻ്റെ പൊന്നു ഇവർ തമ്മിൽ ഇത്രയും ആത്മാർത്ഥ ബന്ധം ഉണ്ടായിരുന്നു. അപ്പം എനിക്കത് എന്താ പറയേണ്ടത്, അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ കംപ്ലീറ്റ് മാനസിക നില തന്നെ തെറ്റിപ്പോയി. അപ്പം അതൊരു 2-3 കൊല്ലം പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് ട്രീറ്റ്മെൻറ്റും അതിലെന്തിലൊക്കെ ആയിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ എൻ്റെ പെങ്ങന്മാരെന്നെ ബോംബെയിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഞാൻ അവിടെയാണ് പഠിച്ചതൊക്കെ. ഞാൻ അവിടുത്തെ ബോംബെ കോളേജിലാണ് പഠിച്ചതൊക്കെ, വൈക്ലയിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ പക്ഷെ എനിക്ക് മുഴുവൻ കോളേജ് വിദ്യാഭ്യാസം ഒന്നും പൂർത്തിയാക്കാനൊന്നും സാധിച്ചില്ല. കാരണം അങ്ങനത്തെ ആയിരുന്നു അവസ്ഥ. പിന്നെ നമ്മൾ സിസ്റ്റേഴ്സിനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന, അവർ വിവാഹം കഴിച്ച് വളരെ കുടുംബമായിട്ട് താമസിക്കുന്നവരെ കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല. അത് മാത്രമല്ല എൻ്റെ ഒരു മെയിൻ വേദന ഉണ്ടായിരുന്നു വെച്ചാൽ അമ്മ അവിടെ ഒറ്റയ്ക്ക് നാട്ടിൽ അമ്മ സ്കൂളിൽ പോകണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ അമ്മയ്ക്ക് തീരെ വയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മുടെ മനസ്സിനെ ഒന്നും നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ തന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു തവണ തീരുമാനം എടുത്തു. ഒരു തവണ നാട്ടിൽ പോയപ്പോൾ അമ്മേനെ കൊണ്ടുവരാം ബോംബെക്ക്. അങ്ങനെ പുള്ളിക്കാരത്തി ബോംബെക്ക് കൊണ്ടുവന്നു. പിന്നെ അമ്മയുടെ കൂടെയായിരുന്നു ഞാൻ താമസം. അമ്മയുടെ കൂടെ തന്നെ ഉള്ള എന്തെങ്കിലും ചെറിയ ജോലികളൊക്കെ ചെയ്ത് അങ്ങനെ ആണ് അവിടെ വളർന്നത്.
അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടമായിരുന്നു ബോംബെയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അമ്മയ്ക്ക് ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോഴേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് കുറേ ഹോമിയോ മരുന്നുകളും അത് ഇതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പല കാര്യങ്ങൾക്കും അതിനെതിരെ. പക്ഷേ ലാസ്റ്റിലായപ്പോഴേക്കും അമ്മയ്ക്ക് സിറോസിസ് ലിവർ വന്നു. അപ്പോൾ അത് വല്ലാത്തൊരു ഇതായിപ്പോയി. ഈ സിറോസിസ് ലിവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞാൽ എവരി 10 ദിവസം കൂടുമ്പോണ്ടല്ലോ വയറ്റിനകത്ത് ഇങ്ങനെ വെള്ളം നിറയും. കുത്തിയെടുത്ത് കളയണം. ഇത് കുത്തിയെടുത്ത് കളയെന്ന് വെച്ചാൽ അത് കുത്തിയെടുത്ത് കളയുന്നതിന് മുമ്പ് എന്താ പറയണ്ട്, അത് ആ ഒരു സ്റ്റേജ് വരുമ്പോൾ ഒരു 10-15 ദിവസം അമ്മയ്ക്ക് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഛർദ്ദിക്കാൻ തുടങ്ങും, പിന്നെ വോമിറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേജിൽ നമ്മളെ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വരും. അങ്ങനെ നിരവധി തവണ ഹോസ്പിറ്റലിൽ എമർജൻസി ആയിട്ട് കൊണ്ടുപോകും, ഹോസ്പിറ്റലിൽ കൊണ്ട് കിടത്തും, ഇവരിത് കുത്തിയെടുക്കും. എന്നോട് വളരെ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ ഇതൊന്ന് കുത്തിയെടുക്കാൻ നിർത്താൻ പറയാൻ പറ്റുമെന്ന്. കാരണം ഈ ഭാഗത്ത് ഇങ്ങനെ കുത്തി ഒരുപാട് വേദന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് വളർന്ന ആളാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പുള്ളിക്കാരത്തി പറഞ്ഞ പോലെ ലാസ്റ്റിൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഈ സാമ്പത്തിക സ്ഥിതി പ്രശ്നങ്ങളൊക്കെ കണ്ട് എൻ്റെ മുതലാളി പറഞ്ഞു, നീ 2-3 വർഷം വിദേശത്തൊക്കെ പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞു. മോളുണ്ടോ? 5 ഉണ്ടോ? അപ്പോൾ ആയിട്ടുണ്ടോ? ഇല്ല 5 ആയിട്ടില്ല. 5 ഉണ്ട്. രണ്ടാമത്തവൻ ജനിച്ചു, ശബരി. അവൻ ജനിച്ച് 1 വയസ്സായിട്ടില്ല ആ സമയത്താണ്. അപ്പോൾ എന്നോട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോകാൻ വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് ഇങ്ങനത്തെ അസുഖങ്ങൾ വരുമല്ലോ. ലാസ്റ്റിൽ വന്നപ്പോൾ എന്നോട് ഒരു കുഴപ്പമില്ലാത്ത പോലെ ഇതാക്കി അഭിനയിച്ചിരുന്ന് പുള്ളിക്കാരത്തി എന്നെ എങ്ങനെയെങ്കിലും അങ്ങ് പറഞ്ഞു വിട്ടു. ഞാൻ അവിടുന്ന് മുംബൈ എയർപോർട്ടിൽ നിന്ന് കയറി പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അതുവരെ പിടിച്ചു പോരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പോയില്ലെങ്കിലോ കരുതിയിട്ട്. ഇവിടെ വന്നിട്ട് എന്താ പറയണ്ട്, ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഹോസ്പിറ്റലും കേസുകളും അതൊക്കെയായിരുന്നു. പക്ഷെ ദൈവ സാഹചര്യം നമ്മളിവിടെ വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്തു, നമുക്കൊരുവിധം അത്യാവശ്യം ശമ്പളം കാര്യങ്ങളുണ്ട്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഗൾഫിലെ കാര്യങ്ങൾ അറിയാമല്ലോ. NPCC. അന്ന് NPCC അബുദാബിയിൽ ഇവിടെ നിന്നുണ്ട്, സദിയ തായ്ലാൻഡിലാണ്, അവിടെയായിരുന്നു. അബുദാബി ഈ കാണുന്ന അബുദാബി ഒന്നുമല്ല, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അറ്റ്ലീസ്റ്റ് ആരോടെങ്കിലും എന്തെങ്കിലും കുറച്ച് പൈസയൊക്കെ, കാരണം നമ്മൾ ചെറിയ പൈസ ഇവിടെ നിന്ന് മേടിച്ചാലും നാട്ടിൽ വലിയ പൈസയായിട്ട് നമുക്ക് അയക്കാൻ പറ്റും. ഇവിടെയോ? ഇല്ലല്ല, പുള്ളിക്കാരത്തി നാട്ടിലായിരുന്നു, പുള്ളിക്കാരത്തി ബോംബെയിലായിരുന്നു. ഞാനിവിടെ വന്നത് ആക്ച്വലി ഇവരുടെ ക്യാമ്പിലാണ് വന്നത്, NPCC സദിയത് ക്യാമ്പിലാണ് വന്നത്. അതിന് മുമ്പേ തന്നെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെയും അതുപോലെ എൻ്റെ ബ്രദറിലോനെയും എൻ്റെ അളിയനെയും പെങ്ങളുടെ ഭർത്താവിനെയും ഞാനിവിടെ അയച്ചിരുന്നു, സെയിം കമ്പനി. അത് വേറൊരു കാര്യമാണ്. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടത്, നമ്മളെ ഇത് കേട്ട് കഴിഞ്ഞാൽ വലിയൊരു കഥയാണ്, മനസ്സിലായിട്ട്. അത് ആൾക്കാർക്ക് ബോറടിക്കും സത്യം പറഞ്ഞാൽ, മനസ്സിലായി. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് അപ്പോൾ ഞാൻ ബോംബെയിൽ ജോലി എടുക്കണമെങ്കിൽ എൻ്റെ പ്രിയ സുഹൃത്ത്, അവന് നമ്മുടെ ചക്കുളത്താവ് ഭാഗത്തുള്ള, ഞാൻ ഇപ്പോഴും പോകാറുണ്ടെന്ന് പറയാറില്ലേ, എല്ലാ തവണയും ചക്കുളത്താവ് പൊങ്കാലയ്ക്ക് പോകാറുണ്ട്. അപ്പൊ അവൻ അവിടെ ഇരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ കമ്പനിയിൽ ഈ കമ്പനിയുടെ ഏജന്റ് പരിപാടികളായിരുന്നല്ലോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവനൊരു ദിവസം അവിടെ ഇങ്ങനെ വന്നിരുന്ന സമയത്ത് ഓഫീസിൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരും. അപ്പൊ ഇവിടുന്ന് ഒരു മാനേജർ വന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെ ഇവനൊരു ജോലി എന്തെങ്കിലും നിങ്ങൾക്ക് സംഘടിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ അയാൾ പറഞ്ഞു പാസ്പോർട്ട് കൊണ്ടാണ്. 3-ാം ദിവസം അവൻ്റെ വിസ വന്നു. അങ്ങനെയാണ് അവൻ പറഞ്ഞത് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അളിയനും ഇവിടെ കൊണ്ടുവരുന്നത്. അതിന് ശേഷമാണ് ഞാൻ വരുന്നത്. അപ്പം ഞാനിവിടെ വന്ന സമയത്ത് ഇവിടെ സദിയത് ക്യാമ്പിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇവരുടെ കൂടെ ആരെങ്കിലും നിന്നാൽ മതി, കാരണം ഇവരിവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ റൂമിലാണ് ഞാൻ പോയി ചേർന്നതും ഒക്കെ. അപ്പോൾ NPCCയിൽ വന്നു. അപ്പോൾ ഈ അവസാന 2-3 മാസത്തെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് ഞാൻ ഒക്ടോബർ ഐ റിമെമ്പർ, ഐ തിങ്ക് 22-ാം തീയതി ഞാൻ കണ്ടിട്ടുണ്ട്, 92 ഇവിടെ വരുന്നത്. അപ്പം അന്ന് ഇവിടെ വന്നൊരു 3 മാസം ഇവിടുത്തെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. പക്ഷേ അറ്റ്ലീസ്റ്റ് അവസാന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ആവുകാരം കൊണ്ട് ചെയ്യാൻ പറ്റി, ദൈവാധീനം കൊണ്ട്. അങ്ങനെ ജനുവരി 5-ാം തീയതിയാണ് ഇതുപോലെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വരുന്ന സമയത്ത് വൈകിട്ട് എനിക്ക് ഫോൺ വരേണ്ട, പുള്ളിക്കാരത്തി മരിച്ചതെന്നും പറഞ്ഞു. അപ്പം ഞാനിവിടെ വന്ന് 3 മാസം. എനിക്ക് തിരിച്ചു പോകാനൊന്നും എന്താ പറയേണ്ടത് ഒരു സാഹചര്യവും ഇല്ല, നമ്മൾ വന്നിട്ടേ ഉള്ളൂ. പിന്നെ ഈ കമ്പനിയുടെ മൊത്തം സെറ്റപ്പൊന്നും എനിക്കറിയില്ല. കുറച്ച് പേരെക്കാളും വലിയ ആൾക്കാരൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല.
ഇത് ഇവിടെ ഈ ഇലക്ട്രയുടെ അപ്പോസിറ്റ് ആയിരുന്ന ഒരു ഹെഡ് ഓഫീസ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം അന്ന് എനിക്ക് ഇതുപോലെ പറഞ്ഞു, അവിടുന്ന് എന്നോട് വിവരം കിട്ടി. വൈകിട്ട് 7:30 മണിക്ക് വിവരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു 8 മണിയാകുമ്പോൾ എൻ്റെ ഒരു സൂപ്പർവൈസർ ഉണ്ട്, തോമസ് വർഗീസ് ആണ്. പുള്ളി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് നിനക്ക് പോകണമെന്ന് ചോദിച്ചു. ഞാൻ വെച്ചാൽ ഞാൻ ഒരേ ഒരു ആണ്ടരിയാണ്, പോയേ പറ്റുന്നു. വേറെ ഒന്നും നമ്മൾ നോക്കിയില്ല, ജോലി ഇല്ലെങ്കിൽ ഇല്ല, അത് പിന്നെ നോക്കാം, അത്രേ ഉള്ളൂ. പുള്ളിക്കാരൻ എന്നാൽ ശരി നീ പോകാൻ റെഡി ആയിക്കോ, ഞാൻ എല്ലാം ചെയ്തു തരാം. അപ്പം അദ്ദേഹം വളരെ ഇതായിട്ട് കമ്പനിയിൽ വിളിച്ചു പറഞ്ഞ് കമ്പനിയോട് PR അന്നൊക്കെ നമ്മുടെ പാസ്പോർട്ടൊക്കെ ഇവിടെ ഓഫീസിലാണ് വയ്ക്കുന്നത്, ഇന്നത്തെ പോലെ ഒന്നുമല്ല. അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു രാത്രി PR എന്നോട് പറഞ്ഞു 10 മണിക്ക് അവിടെ വന്നാൽ ഈ ടൗൺ ഓഫീസിൻ്റെ അവിടെ അങ്ങനെ ഒരു പാസ്പോർട്ട് എടുത്ത് തരും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ അങ്ങനെ അപ്പോഴേക്കും ഞാൻ അവിടുന്ന് പോരാൻ വേണ്ടി റെഡിയാക്കി ഡ്രസ്സൊക്കെ ചെയ്തുമ്പോഴേക്കും നമ്മുടെ ക്യാമ്പിലുള്ള സുഹൃത്തുക്കളെല്ലാവരും കൂടെ അവിടുന്ന് ഇവിടുന്നൊക്കെ കാശൊക്കെ അറേഞ്ച് ചെയ്ത്, കാരണം നമ്മൾ വന്നിട്ടൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ പക്ഷെ അതൊക്കെ അവർ എന്നെ സഹായിച്ച് എൻ്റെ കയ്യിൽ തന്നു. എന്താ പറയണ്ട, അവിടുന്ന് ഞാൻ ഇവിടെ എത്തുമ്പോൾ ടൗൺ ഓഫീസിലെത്തുമ്പോൾ എനിക്ക് പരിചയമില്ലാത്ത ഒരുപാട് ആൾക്കാർ, ഈ ടൗൺ ഓഫീസിൻ്റെ താഴെ ഹെഡ് ഓഫീസിലുള്ള ആൾക്കാർ, അവരൊക്കെ അവർ താഴെ നിൽക്കുന്നു. അവർ പാസ്പോർട്ട് എടുത്തിട്ട് വരണു, എനിക്ക് പാസ്പോർട്ട് തരുന്നു. എന്നോട് പറഞ്ഞു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, എയർപോർട്ടിൽ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇവിടുന്നും കുറേ കാശൊക്കെ എൻ്റെ കയ്യിലെടുത്ത് വെച്ചിരുന്നു. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലപ്പുറമൊന്നും ദൈവത്തിന് എന്താ പറയണത് നമുക്കൊന്നും കിട്ടാനില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. അങ്ങനെ ഇവിടെ 3 മാസം കഴിഞ്ഞ് ഇവിടുന്ന് വന്ന് നമ്മൾ തിരിച്ച് അവിടെ പോയി അമ്മയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇവിടെ വന്നു. ഇവിടെ ഈ കമ്പനിയിലും ആ കമ്പനിയിലും എനിക്കിതുപോലെ ഒരു നമ്മൾ വന്ന പൊസിഷനും കാര്യങ്ങൾക്കപ്പുറം എന്താ പറയേണ്ട ഒരു സാധാരണ ആൾക്കാർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റികൾ എനിക്ക് കിട്ടി. മനസ്സിലായി? എനിക്ക് അവരുടെ തന്നെ സൗദിയിലുള്ള പ്രോജക്റ്റ്, അവരുടെ തന്നെ കുവൈറ്റിലുള്ള പ്രോജക്റ്റ്, ഇതിലൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിവിജ്വലായിട്ട് എന്നെ ഡെപ്യൂട്ടേഷനിൽ വിട്ടു. എനിക്ക് ഒരേ സമയം ഈ 3-4 ഗൾഫ് രാജ്യങ്ങളുടെ വിസ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവിടെയൊക്കെ പോയി ലാംഗ്വേജ് ഫ്ലോ ഉണ്ടായിരുന്നു. അത് മുംബൈയിൽ പോയതുകൊണ്ടായിരിക്കും. ഹിന്ദി ഇംഗ്ലീഷ് ഹിന്ദി ആയാലും ഇംഗ്ലീഷ് ആയാലും നമുക്കതൊരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അപ്പം അതുകൊണ്ട് ഇവരുടെ എല്ലാ ഇതിനകത്തും പോയിട്ട് നമ്മളതൊക്കെ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഈ അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് തോന്നിയത് നമുക്ക് കുറച്ചൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ച് നാട്ടിൽ പോയി. കാരണം ഫാമിലി ഇല്ല കൂടെ. അപ്പം എങ്ങനെയും ഫാമിലിയെ കൂടെ നിർത്താം എന്ന് കരുതിയിട്ട് ഞാൻ കുവൈറ്റിലൊരു ജോലി കിട്ടിയപ്പോൾ അതിലേക്ക് മാറാമെന്ന് കരുതി പോയതാണ്. പക്ഷെ നമ്മൾ പോയി കഴിഞ്ഞിട്ട് ഇവന്മാർ നമുക്ക് വിസ അയച്ചു തന്നില്ല. അത് നമുക്കറിയാലോ, ഇവിടുത്തെ പ്രവാസികളുടെ കാര്യങ്ങൾ നമുക്കറിയാലോ, എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം പിന്നെ ഞാൻ കരുതി ഇനിയിപ്പോൾ തൽക്കാലം ഇപ്പോൾ പോകുന്നില്ല കരുതി. അങ്ങനെ ഞാൻ അവിടെ ഒരു 3-4 കൊല്ലം ഇന്ത്യയിൽ തന്നെ നിന്നു. അത് മദ്രാസിൽ. അതും എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന സ്ഥലം അന്ന് ബോംബെ മാത്രമേ ഉള്ളൂ. ബോംബെ ചെന്ന് നമ്മൾ അന്നൊക്കെ ഈ ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കാം, നമ്മൾ അവൈലബിൾ ആണ്, ഇത്ര നമുക്ക് ഇന്നതാണ് ക്വാളിഫിക്കേഷൻ, നമ്മൾ ഇന്നാണെന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങോട്ട് വിളിക്കും കമ്പനികൾ. അങ്ങനെയൊക്കെയാണ്. സിറ്റുവേഷൻ വാണ്ടഡ് എന്ന് പറഞ്ഞിട്ട് അതിൽ കൊടുക്കും. ഒരുപാട് ആൾക്കാർ ഉദ്യോഗാർത്ഥികൾ അതിനകത്ത് പത്രത്തിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ കൊടുത്തിട്ട് എനിക്ക് എന്താ പറയണ്ട, ഒരാഴ്ച കൊണ്ട് ഒരു 10-20 കോള് വന്നു. അപ്പം അതിൽ ഒരാഴ്ച കൊണ്ട് എനിക്ക് 3 ജോലി 4 ജോലി അങ്ങ് കിട്ടി. അപ്പം അതിൽ 1-2 ബോംബെയിലായിരുന്നു, അപ്പം 1 മദ്രാസിലായിരുന്നു. അപ്പം ഞാൻ കരുതി, അപ്പം ആ സമയത്ത് വൈഫും പിള്ളേരും നാട്ടിലായിരുന്നു. അപ്പം ഞാൻ കരുതി മദ്രാസ് ആകുമ്പോൾ കുറച്ചും കൂടെ അടുത്തല്ലേ, നമുക്ക് രാത്രി കൊണ്ട് പോയിട്ട് വരാമല്ലോ. അങ്ങനെയാണ് അവിടെ പോയിട്ട് ജോയിൻ ചെയ്യുന്നത്. അവിടെ ഒരു കമ്പനിയുടെ, ഒരു ഷിപ്പിംഗ് കമ്പനിയുടെ ബ്രാഞ്ച് മാനേജറായിരുന്നു. അവിടെയും നല്ല രീതിയിൽ നമ്മളൊരു 3-4 കൊല്ലം പണിയെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ജോലി റിസൈൻ ചെയ്ത സമയത്താണ് അവർ കമ്പനിയായിട്ടൊരു ചെറിയ ക്ലാഷ് മൂലം റിസൈൻ ചെയ്ത സമയത്താണ് നാട്ടിൽ പോയി നിന്നിട്ട് ഒരു 2 കൊല്ലത്തോളം ഞാൻ നാട്ടിൽ വന്നു. അതായത് ഒരു 2000-2002 തിരിച്ച് വീണ്ടും ഇവിടെ വന്നു. അതും അബുദാബി തന്നെ. വീണ്ടും അബുദാബിയിൽ വന്നു. ഇവിടെ ഒരു 4 കൊല്ലത്തോളം ഇവിടുന്ന് അന്ന് ഇവിടെ ഇങ്ങനെ മുനിസിപ്പാലിറ്റിയുടെ പ്രൈവറ്റൈസേഷൻ നടക്കുന്ന ഒരു സമയമായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റ് അവാർഡ് ചെയ്തിരിക്കുന്ന എൻ്റെ കമ്പനിക്കായിരുന്നു. അങ്ങനെ ആ കമ്പനിയിൽ വന്നു. ആ കമ്പനിയിൽ അവിടുത്തെ ഓഫീസ് മാനേജറായിരുന്നു. ഒരു 4-4.5 കൊല്ലത്തോളം പണിയെടുത്തു. അത് കഴിഞ്ഞ് ആണ് എനിക്ക് അഡ്നോക്കിലെ ജോലി കിട്ടുന്നത്. അതായത് അറ്റ് ദി ഏജ് ഓഫ് 42. ശരിക്കും സത്യം പറഞ്ഞാൽ 42 വയസ്സ് വരെ ഞാൻ നല്ല സ്ട്രഗിൾ ചെയ്തിരുന്നു. 42ാമത്തെ വയസ്സിലാണ് നമുക്ക് എന്താ പറയേണ്ട ഒരു നല്ലൊരു ജോലി എന്നുള്ള സ്ഥിരമായിട്ടുള്ളൊരു കണ്ടീഷനിൽ. മറ്റേ നേരത്തെ വന്ന പണികളൊക്കെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് നല്ല രീതിയിൽ നമുക്കൊരു ഇതിൽ കിട്ടി.
അങ്ങനെയാണ് അഡ്നോക്കിൽ കയറുന്നത്. കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നു. കുട്ടികളെ ഇവിടെ അഡ്നോക്കിൽ വിസ അടിച്ച സെയിം ഡേ തന്നെ ഞാൻ ഫാമിലി ഫുള്ള് വിസ എടുത്തു, കംപ്ലീറ്റ് എല്ലാവർക്കും വിസ എടുത്തു. സെയിം ഡേ അന്ന് തന്നെ എമർജൻസിയിൽ കൊടുത്ത് വിസ എടുപ്പിച്ചു. കാരണം അത്രയും ആഗ്രഹമായിരുന്നു അവരെ കൂടെ നിർത്തണമെന്ന്. എപ്പോഴും എനിക്ക് അവരുടെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരെ കൊണ്ടുവന്നു. അബുദാബി എനിക്ക് ശരിക്കും സത്യം പറഞ്ഞ ഒരു രാശിയുള്ള സ്ഥലമാണ്. കാരണം എന്ന് വെച്ചാൽ ആദ്യം വന്നത് അബുദാബി, രണ്ടാമത് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയത് മസ്കറ്റിലേക്കായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു മസ്കറ്റിലേക്ക് ഇവിടെ വാക്കൻസി ഒന്നും ഇല്ല, ഇപ്പൊ ഒരു അബുദാബിക്ക് ഇത് നടക്കുന്നുണ്ട്, വേണമെങ്കിൽ കയറിക്കോന്നു. അങ്ങനെ ഞാൻ അബുദാബിക്ക് കയറുന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അബുദാബി ഐ തിങ്ക് ഇറ്റ് ഈസ് എ ഡിസ്റ്റിങ് പ്ലേസ് ഫോർ. എങ്ങനെയായിരുന്നു സാംസ്കാരിക രംഗത്തും ആധ്യാത്മിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ താങ്കളുടെ തുടക്കം? ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവൻ നമുക്ക് ആദ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഈ ഫേസ്ബുക്കും ഇതൊക്കെ വരുന്നതിന് മുമ്പ് എന്താ അതിൻ്റെ പേര്, ഓർക്കൂട്ട് അതൊക്കെയായിരുന്നു. അതിനുശേഷം പിന്നെ ഫേസ്ബുക്ക് വരും. അപ്പം അതിനകത്ത് ഞാൻ ഇതുപോലെ ഒരുപാട് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ എല്ലാം അതിനകത്ത് കുറിക്കും. ഒരുപാട് എഴുതാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്, മനസ്സിലായി. അപ്പം അങ്ങനെ എഴുതുമായിരുന്നു. അപ്പം ആ സമയത്ത് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ 2014 ശേഷം 2014 കാലഘട്ടത്തിലാണ് നമ്മുടെ ഇന്ത്യയിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയേണ്ടത്, ആൾക്കാർക്ക് പല രാഷ്ട്രീയ വ്യത്യാസങ്ങളുണ്ടാവും, പലർക്കും രാഷ്ട്രീയ കാഴ്ചപ്പാട്. എൻ്റെ കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഒരു ചേഞ്ച്. നമുക്ക് ഇപ്പം നമ്മൾ വിദേശത്ത് വന്നു, ഇത്രയും കാലം നമ്മളിവിടെ വിദേശത്ത് താമസിച്ചു അല്ലേ, നമ്മളിവിടുത്തെ ഒരുപാട് ഫെസിലിറ്റികൾ കാണുന്നുണ്ട്, പിന്നെ നമ്മൾ ഒരുപാട് വായിക്കുന്നുണ്ട്, നമുക്ക് പല രാജ്യങ്ങളെ പറ്റി അറിയാം. അപ്പോൾ നമ്മളുടെയൊക്കെ ശേഷം സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യങ്ങൾ പോലും, അല്ലെങ്കിൽ നമ്മളോടൊപ്പം തന്നെ ഇതായിട്ട് വന്നിട്ടുള്ള പല രാജ്യങ്ങൾ പോലും നമ്മളെക്കാൾ ഒരുപാട് വികസിത രാജ്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ വളരെ വളരെ ഇതായിട്ട് അവർ ഡെവലപ്മെന്റ് ചെയ്യുന്നു. അവരുടെ ഒന്നും ഭാഗത്തുള്ള ഒരു ഫെസിലിറ്റി പോലും നമ്മളുടെ ഒന്നും ഇവിടെ എത്തിയിട്ട് പോലും ഇല്ല. അപ്പം അതിനൊക്കെ കാരണം എന്താണെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. വായനയുണ്ട് അല്ലേ, നന്നായിട്ട്? ഉണ്ട്. അപ്പം ആ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, നമ്മുടെ നാട്ടിൽ ഉള്ള ഭരണം ശരിയായിരുന്നില്ല, അല്ലെങ്കിൽ അതിനകത്തൊരു നമുക്ക് കൊണ്ടുവരാവുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിലുള്ള കഴിവ് പോലെ വേറെ എവിടെയില്ല, ലോകത്തിൽ ഒരാൾക്കും ഇന്ത്യൻസിനെ പോലെ ഒരു കഴിവുള്ള വ്യക്തികളായിട്ട് വേറെ ആരുമില്ല. അപ്പം ഈ കഴിഞ്ഞ ഒരു 60-65 കൊല്ലം ആയിട്ട് പോലും നമ്മുടെ രാജ്യം പുരോഗമിക്കേണ്ട രീതിയിൽ എത്തിയിട്ടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എൻ്റെ. അപ്പം അത് എന്താ പറയണ്ടത്, 2014 ശേഷം ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നില്ല, ഞാൻ വിലയിരുത്താണ്, നമ്മൾ വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, നമ്മൾ എന്താണ് അതിന് മുമ്പ് ഉണ്ടായിരുന്നത്, അതിന് ശേഷം എന്തായിരുന്നു എന്നുള്ളത്. ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് അഴിമതികളും മറ്റുള്ളതൊക്കെ നമ്മൾ അതിന് മുമ്പ് കേട്ടിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞൊരു 12-13 കൊല്ലമായിട്ട് നമ്മൾ അഴിമതി എന്ന് പറയുന്ന ഒരു വാചകം കേൾക്കുന്നില്ല. പിന്നെ എല്ലാ ഭരണകൂടത്തിൻ്റെയും അതിൻ്റെതായ വീഴ്ചകളുണ്ടാവും. അതിപ്പോൾ BJP ആണെങ്കിലും ഏത് പാർട്ടി ആണെങ്കിലും എല്ലാവർക്കും ഒന്ന് 145 കോടി ജനങ്ങളുള്ള രാജ്യത്ത് കംപ്ലീറ്റ് ഹോൾ അടിച്ചുകൊണ്ട് എന്താ പറയണ്ടത്, പഴുതടച്ചുകൊണ്ട് ഒരു ഭരണം ഇതാക്കാൻ ആർക്കും സാധിക്കില്ല. പലർക്കും ഉണ്ടാവും. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പ്രവാസ ലോകത്ത് നിന്നുകൊണ്ട് പ്രവാസികളുടെ എത്രത്തോളം അവർക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും? അത് സത്യത്തിൽ ശരിക്കും സത്യം പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ പ്രവാസികൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു പങ്കില്ലാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പലരും പല സംഘടനകളും പല കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒന്നും വോയിസ് നാട്ടിലുള്ളവർ കേൾക്കില്ല. കാരണം അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വോട്ടവകാശമില്ല. വോട്ടവകാശം ആർക്കുണ്ടോ അവരുടെ കാര്യം കേൾക്കുള്ളൂ. ഏറ്റവും കൂടുതൽ ഫോറിൻ റെമിറ്റൻസ് വരുന്നത് നമ്മൾ മൂലമാണ്, പ്രത്യേകിച്ച് കേരളത്തെ പോലത്തെ ഒരു സംസ്ഥാനത്തൊക്കെ. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല, നമുക്ക് വോട്ടവകാശം ഇല്ലാത്തിടത്തോളം കാലം നമ്മളുടെ വോയിസ് നമ്മൾ പറയുന്ന പോലെ എത്തപ്പെടില്ല അവിടെ. അപ്പം അതിന് കുറച്ചൊക്കെ മാറ്റങ്ങൾ ഇപ്പോഴത്തെ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. പക്ഷെ എന്നാലും ഈ വിദേശ രാജ്യങ്ങളിലുള്ള എംബസി മൂലമോ ഒക്കെ ഈ ഇലക്ഷൻ സമയത്ത് വോട്ടവകാശം ഫുൾ കൊടുത്തുനിന്ന് മറ്റുള്ള അവിടെ കൊടുക്കുന്ന പോലെ തന്നെ പോയി വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവണം. അല്ല, ഏട്ടന് ഇടയ്ക്ക് ഫേസ്ബുക്കിലൊക്കെ എഴുതുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ഓരോ സീസൺ അനുസരിച്ച് പ്രവാസികൾക്ക് ഈ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ചാർജൊക്കെ വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി പലതവണ ചേട്ടൻ എഴുതുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ഇവിടെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ NRE എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മൾ നാട്ടിൽ പറയുമ്പോൾ, NRE എന്ന് പറയുമ്പോൾ ഇതിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ ഒരിക്കലും NRE എന്ന് പറയുമ്പോൾ
മൊത്തം വിദേശത്തുള്ളവരാണല്ലോ NRI പറയുന്നത്, വിദേശത്ത് കുടിയേറി പാർത്തവനാണ്. പക്ഷെ ഈ NRI എന്ന് പറയുന്ന മൊത്തം വിഭാഗത്തിൽ ഒരു വിഭാഗത്തെ നമ്മൾ മാറ്റി നിർത്തണം, അതായത് ഈ ഗൾഫ് മേഖലയിലുള്ള ആളുകളെ. അതിന് കാരണം എന്താ വെച്ചാൽ ഗൾഫ് മേഖലയിലുള്ള ആൾക്കാരിൽ മെജോറിറ്റി ഒരു 70% സാധാരണ വർക്കേഴ്സാണ്. നമ്മുടെ US, യൂറോപ്പ് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിൽക്കുന്ന പോലെയുള്ള ആൾക്കാരല്ല ഈ ഗൾഫ് മേഖലയിൽ നിൽക്കുന്നത്. ഗൾഫ് മേഖലയിൽ എപ്പോഴും സാധാരണ വർക്കേഴ്സാണ്, നിസ്സാര ശമ്പളം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും വളരെ തുച്ഛമായ ശമ്പളം കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് വലിയൊരു ബാധ്യതയാണ്. പിന്നെ ഇവിടെയുള്ള എല്ലാവർക്കും കുടുംബമായിട്ട് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടാവും. ഇപ്പം ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞില്ല കുടുംബമായിട്ട് ജീവിക്കുന്നത്, അതുപോലെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പം അവരിവിടെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഷെയറിങ്ങിൽ താമസിച്ച് അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടി ഒരു ചെറിയ റൂം എടുത്ത് കുടുംബമായിട്ട് വല്ല നിൽക്കാൻ നോക്കുന്ന അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അപ്പം ആ സാഹചര്യത്തിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഇതുപോലത്തെ ഈ ഗൾഫ് മേഖലയിൽ നിന്നുള്ള ഒരു എയർ ടിക്കറ്റിൻ്റെ റേറ്റ് ചില സമയങ്ങളിൽ വരിക എന്ന് വെച്ചാൽ അത് വലിയൊരു ഇതാണ്. തീർച്ചയായിട്ടും അത് സർക്കാർ ഇടപെട്ടിട്ട് അതിന് വേണ്ട നടപടികൾ കൈക്കൊണ്ടുവരണം. പക്ഷേ ഞാനതിനെപ്പറ്റി 1-2 തവണ നിവേദനം കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പം എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇന്റർനാഷണൽ അതോറിറ്റി ട്രാവൽ IATA മുഖാന്തരമാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്, മൊത്തം എയർ ട്രാഫിക്കിൻ്റെ ഇത്. അപ്പോൾ അത് ആ സർക്കാരിൻ്റെ കീഴിലല്ല ഈ റേറ്റിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ മറുപടി. എന്നാലും ഞാനതിൽ ഹാപ്പിയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ഇവരെ പ്രത്യേകിച്ച് ഈ മേഖലയിലുള്ള ആൾക്കാർക്ക് ഈ ഒഴിവ് വരുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് വെറും ഹോളിഡേയ്സ് വരുമ്പോൾ മാത്രം റേറ്റ് കൂടുന്നു? നമ്മുടെ ജൂലൈ ആഗസ്റ്റ് ആയി കഴിഞ്ഞാൽ റേറ്റ് കൂടി 3 ഇരട്ടിയൊക്കെയാണ് റേറ്റ് കൂടുന്നത്. ഒരു ചെറിയ റേറ്റ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അതേപോലെ ഒരു ക്രിസ്മസ് ഹോളിഡേ, ഒരു ഓണത്തിന്റെ ഹോളിഡേ, ഈ ഹോളിഡേ ഒക്കെ വന്നു കഴിഞ്ഞാൽ എക്സാക്ട്ലി കൂടുക. അപ്പൊ അതിനർത്ഥം അത് പർപ്പസ്ലി നമ്മളെ ഇതാക്കുന്ന ഒരു പരിപാടിയല്ലേ, അത് ചൂഷണം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതെന്തായാലും നിർത്തേണ്ടതായിട്ടുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മളുടെ വോയിസ് കേൾക്കാൻ നമുക്ക് വോട്ടവകാശം ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മളുടെ വോയിസ് അത്രേ കേൾക്കുകയുള്ളൂ. അതാണ് കാരണം. അതിനിപ്പോൾ ഏത് സർക്കാർ വന്നാലും അത് തന്നെ ഉണ്ടാവാൻ പോകുന്നത്.